ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി കുറേ നാളത്തെ ആഗ്രഹം കേട്ടോ. ഞങ്ങൾക്ക് കൊട്ടവഞ്ചി പോകണമെന്നുള്ള ആഗ്രഹം അത് ഞങ്ങൾ തീർക്കാനായിട്ട് വീണ്ടും വന്നിരിക്കുന്നത് പുള്ളുപാടത്ത് തന്നെയാണ്. അന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായില്ല, ഇപ്പം ഞങ്ങൾക്ക് പറ്റൂ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ തിരക്കിൻ്റെ ഇടയിലും കൊട്ടവഞ്ചി കയറുന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ വന്ന് പുള്ളുപാടത്ത് കൊട്ടവഞ്ചി കയറി. ഞങ്ങൾ നല്ല സേഫായിട്ടൊക്കെയാണ് കേട്ടോ ചേട്ടൻ കൊണ്ടുപോയത്. നല്ല കമ്പനിയായ ചേട്ടൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ജാക്കറ്റൊക്കെ ഇട്ട് സേഫായിട്ട് ഇരുന്നോളെന്നൊക്കെ. ഒരു ട്രിപ്പിന് 200 രൂപ കേട്ടോ മേടിച്ചത്. ഞങ്ങളങ്ങനെ അതേ ചേട്ടനോട് കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ചേട്ടൻ ഞങ്ങളെ സേഫാക്കി ഒരു സൈഡിൽ കൂടെ ഒക്കെ കൊണ്ടുപോകാനുണ്ട്. ഇപ്പോൾ സ്കൂൾ അവധിയായ കാരണം തിരക്കൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് പേര് പോകാനായിട്ടുണ്ടായിരുന്നു. കൊട്ടവഞ്ചി മാത്രമല്ല കേട്ടോ, പെഡൽ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങളാണ് കൊട്ടവഞ്ചിയിലാണ് കയറിയത്. ഞങ്ങൾ കുറേ മുമ്പത്തെ ആഗ്രഹം തന്നെ കേട്ടോ. നല്ല രസമാണ് ഇത്. കുറേ പേര് അവിടെ ബോട്ട് ചവിട്ടാനും തുഴയാനും പറ്റാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാ ദിവസവും ആൾക്കാരുണ്ടാവാറുണ്ടോ? അങ്ങനെ ഞങ്ങൾ ചേട്ടനോട് തിരക്കും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അവസാനം ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു തല കറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞു. കാരണം ലാസ്റ്റ് ഒരു കറക്കുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളെ കറക്കിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല. അങ്ങനെ ഞങ്ങളുടെ കറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ കരയിലെത്തിക്കാണ്ട്. ഞാൻ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച്, ചേച്ചിയാണെങ്കിൽ അപ്പുറത്ത് വീഡിയോ എടുക്കലായിരുന്നു. നല്ല മഴയ്ക്കുള്ള സാധ്യത കേട്ടോ, കാരണം നല്ല മഴക്കാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോരാനുള്ള പരിപാടി നോക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതേ കരയ്ക്ക് എത്താനായി. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങിയിട്ട് പശുക്കളുടെ എണ്ണ എടുക്കാനായിട്ട് അവിടെ ഇറങ്ങി കുറച്ച് നേരം പശുവിനെയൊക്കെ എണ്ണി നോക്കി അവിടെ കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ താമരക്കുളത്തിൻ്റെ അവിടെ എത്തി. സത്യം പറഞ്ഞാൽ ചെന്നത് വെറുതെയായി. കാരണം ഒരു താമരയൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയിരുന്നു. മുട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് പുള്ളുപാടം തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയതുകൊണ്ട് ഷോപ്പ് ഓപ്പൺ ആക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളവിടെ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കപ്പയും ബീഫ് ഓർഡർ ചെയ്തു. സത്യം പറയാലോ, നല്ല സ്പൈസിയും നല്ല മസാലയുള്ള നല്ലൊരു കപ്പയും ബീഫും തന്നെയായിരുന്നു കേട്ടോ. എനിക്കും ഇഷ്ടമായി, ചേച്ചിക്കും ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളത് ടേസ്റ്റൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. കാരണം നല്ല മഴയായിരുന്നു ഇറങ്ങിയപ്പോൾ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മഴയൊക്കെ കൊണ്ട് നിറത്തിലുള്ള കോട്ട് കൊണ്ടുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെ എവിടെ നോക്കിയാലും കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മഴയൊക്കെ കൊണ്ട് പുറത്തിറങ്ങി ഫോണൊക്കെ സേഫാക്കി വെച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോഴൊക്കെയാണ് പുറത്തിറങ്ങി വെള്ളത്തിൽ കളിക്കണമെന്ന് തോന്നുന്നു. ഞങ്ങളതൊക്കെ കളിച്ച് ഞങ്ങളിതേ നേരം വൈകുന്നേരം വീട്ടിൽ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.